The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi my dear students, welcome back. Hope you all are fine, right? Okay, today we are going to learn about a new chapter, that is Principle of Mathematical Induction. The word induction means generalization from particular cases. Okay, നമുക്കറിയാം ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ട് കുറേ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഒരു അസംബ്ലി നമ്മളെല്ലാവരും കൂടി നിൽക്കുകയാണ്. ലേറ്റായിട്ട് വന്നിട്ടുള്ള ഒരു കുട്ടി നമ്മൾ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ എങ്ങനെ ചെയ്യാം, വരിയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ലേറ്റായിട്ടൊരു കുട്ടി ഓടി വന്നു, നമ്മളുടെ ബാക്കിൽ ഓടി വന്ന് ഇങ്ങനെ നിന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, തൊട്ട് മുന്നിലുള്ള ഒരു കുട്ടിയുടെ മേലെ തട്ടി ആ കുട്ടി അടുത്തുള്ള കുട്ടിയുടെ മേലെ. അപ്പോൾ ഈ ഫസ്റ്റത്തെ കുട്ടി വന്ന് അടുത്ത കുട്ടിയുടെ മേലെ വീഴുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യും, അതിൻ്റെ ഫ്രണ്ടിലുള്ള കുട്ടിയുടെ മേലെ തട്ടും അല്ലേ. അങ്ങനെ എന്ത് സംഭവിക്കും, ഈ ഒരു കുട്ടിയിൽ നിന്നും രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി, അങ്ങനെ നാലാമത്തെ കുട്ടി, അങ്ങനെ n നമ്പർ ഓഫ് സ്റ്റുഡൻസിന് എന്ത് സംഭവിച്ചു, എല്ലാവരും അവിടെ വീണു പോകും അല്ലേ. ഇത് ഡെയിലി ലൈഫിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനുള്ള ഒരു എക്സാമ്പിളാണ്. നമ്മളൊരു ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാർഡ് കൊണ്ട് നമ്മൾ വീടുണ്ടാക്കും, കൊട്ടാരങ്ങൾ ഉണ്ടാക്കും, അതുപോലെ കാർഡുകൾ ഇങ്ങനെ അടുക്കി വെക്കാറുണ്ട് അല്ലേ. അതിലേതെങ്കിലും ഒരു കാർഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതെല്ലാം കൂടി നമ്മുടെ ചീട്ട് കൊട്ടാരം തകർന്നു വീണു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഒന്ന് വീണ് കഴിഞ്ഞാൽ മറ്റെല്ലാം എങ്ങനെ വീണു പോകും അല്ലേ. ഇതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിലുള്ള മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പുതിയ ന്യൂ ചാപ്റ്റർ ഏതാണിത്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് ഒരു പെർട്ടിക്കുലർ കേസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കേസിനെ ജനറലൈസ് ചെയ്യാണ്. ഓക്കെ, അതായത് 1ന് ട്രൂ ആണോ നോക്കും, 2ന് ട്രൂ ആണോ, 3ന് ട്രൂ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും അത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. Okay, next definition of principle of mathematical induction. Okay, suppose there is a given statement P of n involving the natural number n such that, അതായത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ we consider as P of n. ഓക്കെ, സോ അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ n നാച്ചുറൽ നമ്പേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു 1. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് n ഈക്വൽ ടു 1 എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. അതായത് n-ന് 1 കൊടുക്കുമ്പോൾ P of n എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്തായിട്ട് മാറും, P of 1. ഓക്കെ, സോ P of 1 ഈസ് ട്രൂ. Okay, the second condition is if the statement is true for n is equal to k, then the statement is also true for n equal to k plus 1. Okay, അതായത് നമ്മൾ k എന്നുള്ള ഒരു വാല്യൂന്, k എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, ആ പോസിറ്റീവ് ഇൻറ്റിജർ അല്ലെങ്കിൽ k എന്നുള്ള ഒരു വാല്യൂന് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് എടുക്കും. ഓക്കെ, സോ P of k, ട്രൂത്ത് ഓഫ് P of k അത് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, സോ P of k ട്രൂ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് വിച്ച് വൺ ദ സ്റ്റേറ്റ്മെൻറ്റ് n is equal to k plus 1, അതായത് P of k plus 1 എന്തായിരിക്കണം, ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അതാണ് സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, P of k എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു പ്രൂവ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു k plus 1. അതായത് ട്രൂത്ത് ഓഫ് P of k ഇംപ്ലൈസ് ദാറ്റ് ട്രൂത്ത് ഓഫ് P of k plus 1. ഓക്കെ, അപ്പോൾ അത് 1-ന് ട്രൂ ആയി, അതായത് P of 1 ട്രൂ ആണ്, P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. P of k plus 1 ഈസ് ആൾസോ ട്രൂ ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. അങ്ങനെ P of 1-നും P of k-ക്കും P of k plus 1 ട്രൂ ആയി കഴിഞ്ഞാൽ what we can say, then the statement is true for
all natural number n. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പറിനും ട്രൂ ആയിരിക്കുമെന്ന് നമ്മളവിടെ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 1 നോക്കി, കെ നോക്കി, കെ പ്ലസ് 1 നോക്കി അല്ലേ, ഈ 3 കേസ് നമ്മൾ നോക്കി. അപ്പോൾ പെർട്ടിക്കുലർ നമ്പേഴ്സ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ജനറലൈസ് ചെയ്തു. എങ്ങനെ ജനറലൈസ് ചെയ്തു? എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ട്രൂ ആണ് എന്ന് ജനറലൈസ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. Clear? Next, let's do a problem based on principle of mathematical induction. Okay, first question. Prove that 1 plus 3 plus 5 plus 7 plus etc. plus and nth term under 2n minus 1, okay, is equal to n square. അപ്പോൾ ഇതിനെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് നമ്മളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് വി കൺസിഡർ ആസ് പി ഓഫ് എൻ. ഓക്കെ, സോ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വി കൺസിഡർ ആസ് വൺ, ദാറ്റ് ഈസ് പി ഓഫ് എൻ. ഓക്കെ, സോ പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു, okay, but we can write 1 plus 3 plus 5 plus 7 plus etc. plus 2n minus 1 equal to n square. That is the first step. Clear? Thannittula question, given question we consider as p of n. Then what is the first condition? The statement is true for n is equal to 1. That we have to check. That means p of 1 kandupidikam. So p of 1 is equal to, ഓക്കെ, സോ പി ഓഫ് വൺ ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുത്തെ രണ്ട് സൈഡ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും nth ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പി ഓഫ് എന്നിൽ nth ടേം എന്ന് പറയുന്നത് എന്താ, 2n minus 1 അല്ലേ, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 2 into 1 minus 1 is equal to 1 square അല്ലേ. ദാറ്റ് ഇംപ്ലൈസ്, അതായത് വിച്ച് ഈസ് ഈക്വൽ ടു 2 into 1 means 2 minus 1 equal to 1 square പറഞ്ഞാൽ 1 അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 equal to 1. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്തായി, ഈക്വൽ ആയി. Therefore what we can say, P of 1 is true. So we can write P of 1 is true. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 1 is equal to 1 സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് ടൈം ഓൾസോ P of 1 is true. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്തു, nth ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫസ്റ്റ് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് വി കൺസിഡർ ആസ് പി ഓഫ് 1. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ചെക്ക് പി ഓഫ് 1 ഈസ് ട്രൂ അല്ലേ. വാട്ട് ഈസ് ദ സെക്കൻഡ് കണ്ടീഷൻ? Yes, let us assume that the statement is true for n is equal to k. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. Let us assume that in the assumes, you know, the statement, let us assume that p of k is true. Okay, P of k സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ P of k എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം, P of k is equal to അല്ലേ. നോക്കൂ, P of n ആണെങ്കിൽ 1 plus 3 plus 5 plus etc. 2n minus 1 is equal to n square എന്നാണ് അല്ലേ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് n ഇവിടെ എന്താ, k ആണ്. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് how it will come is 1 plus 3 plus 5 plus 7 plus etc. plus instead of n it will come k എന്ന് വരും അല്ലേ. സോ 2k minus 1 is equal to n സ്ക്വയറിന് പകരം എന്തായിട്ട് മാറും, k സ്ക്വയർ ആയിട്ട് മാറും. ക്ലിയർ? ഓക്കെ, അപ്പോൾ P of 1 നമ്മൾ ചെക്ക് ചെയ്തു, P of k ട്രൂ ആണെന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്തു, അസ്യൂം ചെയ്തു. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? വി ക്യാൻ ചെക്ക് P of k plus 1 ഈസ് ട്രൂ അല്ലേ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് P of k plus 1 എഴുതണം. സോ P of k plus 1 പറയുമ്പോൾ അല്ലേ, P of k plus 1 പറയുമ്പോൾ ഈ kയുടെ പ്ലേസിലൊക്കെ എന്ത് വരും, instead of k we can write k plus 1 അല്ലെങ്കിൽ instead of n we can write k plus 1 അല്ലെ. P of k plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ 1 plus 3 plus 5 plus 7 plus etc. plus ഓക്കെ, എങ്ങനെയാണ് നോക്കൂ, P of k plus 1 പറഞ്ഞത് എത്രാമത്തെ ടേമാണ്, P of k കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടേമാണ് P of k plus 1 പറയണത് അല്ലേ. തേർഡ് ടേം കഴിഞ്ഞിട്ടല്ലേ ഫോർത്ത് ടേം വരുന്നത്, ഫിഫ്ത്ത് ടേം കഴിഞ്ഞാൽ സിക്സ്ത് ടേം വരും. അപ്പോൾ P of k എന്നുള്ള ടേം കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം ആണ് ഇതെന്ന് പറയുന്നത് P of k plus 1 എന്ന് പറയണത് അല്ലേ. അപ്പോൾ 1 plus 3 plus 5 plus ഇനി ഇവിടെ അങ്ങനെ എക്സെട്രാ പോയിട്ട് ഇവിടെ എന്തിൻ്റെ ടേം ഉണ്ടാവും, കെയുടെ ടേം ഉണ്ടാവും അല്ലേ. കെയുടെ ടേം എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം, ദാറ്റ് ഈസ് 2k minus 1 ആണ് അല്ലേ. കെ കൊടുക്കുമ്പോൾ 2k minus 1. അടുത്ത ടേം ആണ് എന്തുള്ളത്, k plus 1ൻ്റെ ടേം വരിക. ഓക്കെ, അപ്പോൾ k plus 1ൻ്റെ ടേം വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യണം, എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, k plus 1 കൊടുക്കുക അല്ലേ. അപ്പോൾ 2 into k plus 1 ഓക്കെ, 2n minus 1 ആണ്. അപ്പോൾ 2 into k plus 1 minus 1 ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്നല്ല നമുക്ക് പ്രൂവ് ചെയ്യണം. n minus 1 വരെ ആയപ്പോൾ n സ്ക്വയർ ആണ്, ഇത് k ആയപ്പോൾ k സ്ക്വയർ ആയി. അങ്ങനെയാണെങ്കിൽ
k plus 1 വരികയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? n k കൊടുക്കുമ്പോൾ k plus 1 ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് p of k plus 1 നമ്മൾ ഇങ്ങനെ കിട്ടി 1 plus 3 plus 5 plus etc plus 2k minus 1 plus 2 into k plus 1 minus 1 എന്ന് കിട്ടി. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി അറിയാൻ നോക്കൂ 1 plus 3 plus 5 plus 7 plus etc 2k minus 1 പറയുന്നത് അല്ലേ എന്തിന് ഈക്വൽ ആണ് നമ്മൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്തിന് ഈക്വൽ ആണിത്? ഇത്രയും ടേം എന്ന് പറയുന്നത് കെ സ്ക്വയറിന് ഈക്വൽ അല്ലേ? നമ്മൾ പി ഓഫ് കെയുടെ വാല്യൂ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 1 plus 3 plus 5 plus etc 2k minus 1 വരെയുള്ള ടേമിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇത്രയും ടേമിന് പകരം ഈക്വൽ ടു കെ സ്ക്വയർ ആണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് പി ഓഫ് കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു അല്ലേ ഇത്രയും ടേമിന് അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ടേം വി ക്യാൻ റൈറ്റ് ദിസ് കെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ കെ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് ബാക്കി എന്തുകൂടി ഉണ്ട് 2 into k plus 1 minus 1. ഇവിടെ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും 2 into k 2k അല്ലേ 2k പിന്നെ എന്താ 2k 2 into 1 അല്ലേ അപ്പോൾ പ്ലസ് 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഒരു -1 കൂടെ ഉണ്ട് -1. Okay, therefore p of k plus 1 is equal to we got k square plus 2k plus 2 minus 1 അതായത് 2k അല്ലേ k square plus 2k plus 2 minus 1. 2 minus 1 means which will come? Yes, it is plus 1 അല്ലേ 2k plus 1. Okay, that means p of k plus 1 is equal to നോക്കൂ k square plus 2k plus 1 പറയുന്നത് ഏതിൻ്റെ ഫോർമുലയാണ്? Yes, it is k plus 1 whole square ആണ്. Right? Okay, so we can write k plus 1 whole square. അപ്പോൾ നോക്കിയേ n ആയപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കുന്നത് nth ടേമാണ് എഴുതിയിരിക്കുന്നത് അല്ലേ പി ഓഫ് n ആയപ്പോൾ അത് എന്താ വന്നത് n സ്ക്വയർ ആയി. നമ്മൾ കെക്ക് അസ്യൂം ചെയ്തപ്പോൾ എന്തോന്നു k സ്ക്വയർ ആയി. അപ്പോൾ ഇവിടെ k plus 1 വരികയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? എന്നിന് പകരം k plus 1 കൊടുക്കുകയാണെങ്കിൽ k plus 1 ഹോൾ സ്ക്വയർ കിട്ടണ്ടേ? സോ വി ഗോട്ട് p of k plus 1 is equal to k plus 1 whole square. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore p of k plus 1 is true. p of k plus 1 is true. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടി p of 1 ട്രൂ ആണ്, p of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. now we got p of k plus 1 is also true അല്ലേ? hence by ഇനി അവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ടത് hence by mathematical induction the statement is true for all natural number n. okay, so therefore the statement is true for hence by mathematical induction the statement is true for all natural number n. okay, all natural number എല്ലാ നാച്ചുറൽ നമ്പറിനും ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. okay, this is the answer. clear? next question. For all n greater than or equal to 1, prove that 1 square plus 2 square plus 3 square plus etc plus n square is equal to n into n plus 1 into 2n plus 1 whole divided by 6. അല്ലേ അപ്പോൾ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാം. സോ ദ ഗിവൺ ക്വസ്റ്റ്യൻ വി കൺസിഡർ ആസ് p of n. okay, so the statement p of n is equal to we can write 1 square plus 2 square plus 3 square plus etc plus n square which is equal to n into n plus 1 into 2n plus 1 divided by 6. The given statement we consider as p of n. okay, then what is the next step? yes, we can check p of 1. so p of 1 എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ടേം വി കൺസിഡർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ലെഫ്റ്റ് സൈഡിലെ nth ടേമിൻ്റെ ടേമിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പുറത്താണെങ്കിൽ എന്താ 1 plus 1 then 2 into 1 plus 1 divided by 6. okay, that implies 1 square means 1, that is 1. so 1 is equal to 1 into 1 plus 1 is 1, that is 2 into. okay, then 2 into 1 2 plus 1 3. so 3 divided by 6. so 2 3 cancel, 6 also cancel. then now we got 1 is equal to 1. that means left side and right side are equal. therefore what we can say? therefore p of 1 is true. okay, so p of 1 is true. got it? okay, then what is the next step? let us assume that the statement is true for p of k.
അല്ലേ? പി ഓഫ് കെക്ക് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എഴുതാം. സോ പി ഓഫ് കെ എന്ന് പറയുമ്പോൾ എന്താ വരും? പി ഓഫ് കെ ഇസ് ഈക്വൽ ടു എൻ ആയപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 അല്ലേ? ദെൻ കെ മീൻസ് വിച്ച് വിൽ കം വാട്ട് ഈസ് 1 സ്ക്വയർ പ്ലസ് 2 square plus 3 square plus etc. plus instead of n we can write k. K square which is equal to k into k plus 1 into 2k plus 1 divided by 6. Let us assume that the statement is true for n is equal to k. Then what we have to prove next? Yes, the next we have to prove p of k plus 1. P of k plus 1 ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എഴുതുന്നത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഇതേപോലെ 1 ആണ്, 2 ആണ്, കെ ആണ്, ദെൻ കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടേം ആണ് കെ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ ടേം ആയപ്പോൾ കെ സ്ക്വയർ വന്നു പ്ലസ് കെ പ്ലസ് 1 ടേം എടുക്കുമ്പോൾ എന്ത് വരും? ഇൻസ്റ്റെഡ് ഓഫ് കെ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടേം കെ പ്ലസ് 1. സോ വി ക്യാൻ റൈറ്റ് കെ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, സോ കെ പ്ലസ് 1 സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പി ഓഫ് കെ ഈക്വൽ ടു അല്ലേ? ഈ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എസ് ഇറ്റ് ഈസ് കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ബൈ 6 ആണ്. അപ്പോൾ ഇത്രയും വരെ കെ സ്ക്വയർ എന്നുള്ള ടേം ഇതിന് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഈ പി ഓഫ് കെ പ്ലസ് 1 എഴുതിയതിൽ ഈ കെ സ്ക്വയർ വരെയുള്ള ടേംസിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ടേം വി ക്യാൻ റൈറ്റ് ദിസ് മച്ച്. Right? Okay, so instead of this term we can write k into k plus 1 into 2k plus 1 whole divided by 6 എഴുതാം. ഓക്കെ, പ്ലസ് ബാക്കി എന്തുകൂടെയുണ്ട്? പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് എഴുതാൻ പറ്റില്ല, നമ്മളത് പ്രൂവ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കൂ വിച്ച് ഈസ് ഈക്വൽ ടു എൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് ഡെൽസിയം എടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 6 ഇൻറ്റു k plus 1 whole square whole divided by 6. Got it? Okay. ഓക്കെ, ഇവിടെ നോക്കൂ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു 6 ഇൻറ്റു കെ പ്ലസ് 1 ഉണ്ട്. അതായത് ഈ ടേമിലും കെ പ്ലസ് 1 ഉണ്ട്, ഇവിടുത്തെ ടേമിലും കെ പ്ലസ് 1 ഉണ്ട് അല്ലേ? ഈ 2 ടേംസിന് വി ഹാവ് ടു ടേക്ക് കെ പ്ലസ് 1 ഔട്ട് സൈഡ്. ഓക്കെ, സോ കെ പ്ലസ് 1 ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? പി ഓഫ് കെ പ്ലസ് 1 ആണ് നമ്മൾ ചെയ്യുന്നത്. കെ പ്ലസ് 1 വി ഹാവ് ടു ടേക്ക് ഔട്ട് സൈഡ്. സോ ഇൻസൈഡ് എന്താ വരിക? കെ പ്ലസ് 1 പോയി കഴിഞ്ഞു, ബാലൻസ് ഇറ്റ് ഈസ് ചെയ്യുക കെ ഇൻറ്റു 2k പ്ലസ് 1. സോ കെ ഇൻറ്റു 2k 2k സ്ക്വയർ 2k സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു 1 k അല്ലേ? 2k സ്ക്വയർ പ്ലസ് കെ. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു കെ പ്ലസ് 1 ആണ് നമ്മൾ ഔട്ട് സൈഡ് എടുത്തത് അല്ലേ? ബാക്കി എന്തുകൂടി ഉണ്ട്? റിമൈനിങ് കെ പ്ലസ് 1 ഇസ് ദ. സോ 6 ഇൻറ്റു കെ പ്ലസ് 1 വരും അല്ലേ? 6 ഇൻറ്റു കെ പ്ലസ് 1 പറയുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 6k പ്ലസ് 6 6k പ്ലസ് 6 ഹോൾ ഡിവൈഡഡ് ബൈ എന്തുകൂടി ഉണ്ട്? ഹോൾ ഡിവൈഡഡ് ബൈ 6 കൂടെ ഉണ്ട്. ക്ലിയർ? സോ പി ഓഫ് കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഓക്കെ കെ പ്ലസ് 1 ബൈ 6 നമ്മൾ വെളിയിൽ നിർത്തി. ഓക്കെ, ഇനി ഇൻസൈഡ് നമുക്ക് നോക്കൂ 2k സ്ക്വയർ പ്ലസ് കെ പ്ലസ് 6k നമുക്ക് എങ്ങനെ എഴുതാം? 7k എന്ന് എഴുതാം അല്ലേ? സോ 7k പ്ലസ് 6 എന്ന് എഴുതാം. ഹോൾ ഡിവൈഡ് ബൈ 6 നമ്മൾ ലെഫ്റ്റ് ഫ്രണ്ടിലേക്ക് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്ത് കെയുടെ ഫാക്ടറാക്കി മാറ്റാൻ പറ്റും. ഓർ വി ക്യാൻ റൈറ്റ് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓർ വിച്ച് ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 ബൈ 6 ഇൻറ്റു ഞാൻ ഇതിൽ എഴുതുന്നത് ഇങ്ങനെയാണ് 2k സ്ക്വയർ പ്ലസ് 7k നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ 7k നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? 2k പ്ലസ് 5k എന്ന് എഴുതാം, 3k പ്ലസ് 4k എന്ന് എഴുതാം, 6k പ്ലസ് 1k എന്ന് എഴുതാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഈ 7k എന്നുള്ള ടേംസിനെ ഐ ഹാവ് റൈറ്റ് 4k പ്ലസ് 3k എന്ന് എഴുതി. ഓക്കെ, 4k പ്ലസ് 3k പ്ലസ് 6 എന്ന് എഴുതി. Okay, so P of k plus 1 equal to k plus 1 by 6 into okay, ഇനി ഈ രണ്ട് ടേം നോക്കൂ 2k സ്ക്വയർ പ്ലസ് 4k എന്നുള്ള ടേം ഉണ്ട് അല്ലേ? 2k സ്ക്വയർ പ്ലസ് 4k വിച്ച് ടേം ഈസ് കോമൺ? 2k ഈസ് കോമൺ നോ? ദാറ്റ് 2k വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. അപ്പോൾ 2k ഔട്ട് സൈഡ് കഴിഞ്ഞാൽ ബാക്കി എന്താ വരും? k. ഇത് 2k വെളിയിൽ പോയി ബാക്കി എന്താ 2. അപ്പോൾ 2k ഇൻറ്റു k പ്ലസ് 2 എന്ന് വരും അല്ലേ? ഇനി ഈ രണ്ട് ടേമുണ്ട് പ്ലസ് 3k പ്ലസ് 6 എന്നുള്ള ടേമിൽ 3 is the common term. So 3 we have to take outside, then inside which will come k plus 2. Got it? Okay. Now look again, we have this term. Which term is common here?
Yes, it is k plus 2. So P of k plus 1 is equal to k plus 1 by 6 into in under term k plus 2 we can take outside. So k plus 2 into k plus 2 outside then 2k plus 3. Okay, k plus 2 into 2k plus 3. Okay, so P of k plus 1 is equal to k plus 1 into k plus 2 into 2k plus 3. 2k plus 3 നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കിയേ, n into n plus 1 into 2n plus 1 അല്ലേ. അപ്പോൾ k plus 1 ആകുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് n വാട്ട് വി ഹാവ് ടു കം, അതായത് k plus 1 വരണം. ഇൻസ്റ്റെഡ് ഓഫ് n k plus 1 വരണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടേണ്ടത് ഇതാണ് k plus 1, k plus 1 plus 1. k plus 1 plus 1 പറയുമ്പോൾ k plus 2, then 2 into k plus 1 plus 1 അല്ലേ. അപ്പോൾ 2k plus 3 എന്ന് പറയുന്നത് ഇങ്ങനെയായതാ, 2 into k plus 1 plus 1 എതിക്കൂടെ 2 into k plus 1 plus 1. 2 into k plus 1 പറയുമ്പോൾ 2k plus 2 plus 1. Okay, so we can write therefore P of k plus 1 is equal to k plus 1 into k plus 1 into k plus 2 ne engane edam k plus 1 plus 1 edam k plus 2 ne, then 2 k plus 3 ne engane edam 2 into k plus 1 plus 1 whole divided by whole divided by 6. Therefore P of k plus 1 is true. Okay, therefore P of k plus 1 is true. ഇപ്പോൾ P of k plus 1 ട്രൂ ആണെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് എന്ത് കിട്ടാം, എന്നിൻ്റെ സ്ഥാനത്തേക്ക് k plus 1 കിട്ടണം. ഓക്കെ, അപ്പോൾ എന്തായി ട്രൂ ആയി. അപ്പോൾ നമ്മൾ 1ന് ട്രൂ ആയി, കേക്ക് അസ്യൂം ചെയ്തു. Now we got P of k plus 1 is also true. Hence by mathematical induction the statement is true for all natural number n. Okay, like that you have to write. Clear? Next problem. For all n greater than or equal to 1, prove that 1 by 1 into 2. Okay, dot means into ആണ് കേട്ടോ. 1 by 1 into 2, 1 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by n into n plus 1 which is equal to n plus n by n plus 1. Okay, so we have to prove by using mathematical induction. Okay, so given statement we consider as P of n. So P of n is equal to 1 by 1 into 2. Okay, plus 1 by 2 into 3 plus etc. plus 1 by n into n plus 1 is equal to n by n plus 1. Okay, so next P of 1 ട്രൂ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. സോ P of 1 ചെക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ nth ടേം എന്താ 1 by n into n plus 1 ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് n we can substitute 1 by 1 into 1 plus 1. Okay, which is equal to right side എന്താ വരിക 1 by 1 plus 1. Okay, that implies 1 by 1 plus 1 equal to 2. 2 into 1 പറയുന്നത് 2 അല്ലേ. 1 by 2 which is equal to right side also 1 by 2 അല്ലേ. So left side and right side we got equal. Therefore what we can say P of 1 is true. Okay, so P of 1 is true. Okay, then next let us assume that the statement is true for n is equal to k. അല്ലേ, P of k is true എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ P of k എന്ന് പറയുമ്പോൾ എന്താ വരിക 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by instead of n we can substitute k. So k into k plus 1. Okay, which is equal to k by k plus 1. ഓക്കെ, അപ്പോൾ ഇത് ട്രൂ ആണെന്ന് നമ്മളവിടെ അസ്യൂം ചെയ്തു. ഈസ് ട്രൂ എന്ന് വേണമെങ്കിൽ അവിടെ എഴുതിക്കുള്ളൂ. ഈസ് ട്രൂ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റ് us assume that the statement is true and P of k എന്ന് പറഞ്ഞാൽ എഴുതില്ല അല്ലേ. The next we have to prove that P of k plus 1. Okay, so P of k plus 1 എഴുതുന്ന സമയത്ത് 1 by 1 into 2 plus 1 by 2 into 3 plus അങ്ങനെ kth ടേം വരെ എഴുതി. പ്ലസ് kth ടേം എന്താ k into k plus 1 അല്ലേ. പ്ലസ് നെക്സ്റ്റ് ടേം ആണ് k plus 1. അപ്പോൾ kയുടെ പ്ലേസിൽ അല്ലെങ്കിൽ എന്നിൻ്റെ പ്ലേസിലേക്ക് എന്തിട്ട് കൊടുക്കണം, k plus 1 ഇട്ട് കൊടുക്കണം. ദാറ്റ് മീൻസ് 1 by k plus 1 into k plus 1 plus 1 അല്ലേ. n into n plus 1 ആണ്. അപ്പോൾ k plus 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, k plus 1 into k plus 1 plus 1.
ഓക്കെ, അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ എടുക്കില്ല, നമ്മളത് പ്രൂവ് ചെയ്യുക, റൈറ്റ് സൈഡ് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ പി ഓഫ് കെയിൽ ഓൾറെഡി പറഞ്ഞു ഇത്രയും ടേം എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, കെ ഇൻറ്റു കെ പ്ലസ് വണ്ണിന് ഈക്വലാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പി ഓഫ് കെ പ്ലസ് വണ്ണിൽ ഇത്രയും ടേമിന് പകരം അല്ലേ, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ടേം വി ക്യാൻ റൈറ്റ് കെ ബൈ കെ പ്ലസ് വൺ, റൈറ്റ്. ഓക്കെ, കെ ബൈ കെ പ്ലസ് വൺ അല്ലേ, പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു കെ ബൈ കെ പ്ലസ് വൺ പ്ലസ് ബാക്കിയുള്ള ടൈം എന്താ 1 ബൈ കെ പ്ലസ് വൺ ഇൻറ്റു ഇവിടെ കെ പ്ലസ് വൺ പ്ലസ് വൺ ഉണ്ട്, കെ പ്ലസ് വൺ പ്ലസ് വൺ വി ക്യാൻ റൈറ്റ് കെ പ്ലസ് ടു. ഓക്കെ, അപ്പോൾ കെ ബൈ കെ പ്ലസ് വൺ പ്ലസ് 1 ബൈ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു അല്ലേ. സോ വിച്ച് ടേം വി ക്യാൻ ടേക്ക് എൽ സി എം ഹിയർ, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു വി ക്യാൻ ടേക്ക് എൽ സി എം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാമെന്ന് പറയുമല്ലോ. അപ്പോൾ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു വി ക്യാൻ ടേക്ക് എൽ സി എം. അപ്പോൾ ഇവിടെ ഓൾറെഡി കെ പ്ലസ് വൺ ഉണ്ട്, സോ വി ക്യാൻ മൾട്ടിപ്പിൾ ന്യൂമറേറ്ററിനെ ഇവിടുത്തെ ഇല്ലാത്ത ടേം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം അല്ലേ, എൽ സി എം ഒക്കെ എടുക്കാൻ അറിയായിരിക്കും. ഓക്കെ, സോ കെ ഇൻറ്റു കെ പ്ലസ് ടു പ്ലസ് ഇവിടെ ഓൾറെഡി കെ പ്ലസ് വണ്ണും കെ പ്ലസ് ടു ഇതിൻ്റെ ഡിനോമിനേറ്റർ ആണ്, സോ പ്ലസ് വൺ വരും. ഓക്കെ, സോ ദിസ് ടേം വി ക്യാൻ റൈറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ, that is k square അല്ലേ. അപ്പോൾ k square plus k into 2, yes it is 2k plus balance what is here 1. Okay, so k square plus 2k plus 1 divided by denominator is what is here k plus 1 into k plus 2. Okay, so k plus 1 into k plus 2. Okay, therefore p of k plus 1 is equal to k square plus 2k plus 1 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, k plus 1 whole square ആണ്. Okay, so this term we can write k plus 1 whole square divided by k plus 1 into k plus 2. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു കെ പ്ലസ് വണ്ണും ഒരു കെ പ്ലസ് വണ്ണും ക്യാൻസൽ ചെയ്ത് പോയി. therefore p of k plus 1 പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, k plus 1 ഡിവൈഡഡ് ബൈ k plus 2. ഓക്കെ, അതായത് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ, കെ പ്ലസ് ടുവിനെ എങ്ങനെ എഴുതാം, കെ പ്ലസ് വൺ പ്ലസ് വൺ. നോക്കൂ, പി ഓഫ് എൻ ആയപ്പോൾ എന്താ വന്നത്, എൻ ബൈ എൻ പ്ലസ് വൺ. അപ്പോൾ പി ഓഫ് കെ പ്ലസ് വൺ ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്, ഇൻസ്റ്റെഡ് ഓഫ് എൻ കെ പ്ലസ് വൺ കിട്ടണ്ടേ. അപ്പോൾ കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ പ്ലസ് വൺ. ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, therefore പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ. Okay, therefore p of k plus 1 is true. Hence, by mathematical induction, the statement is true for the statement is true for all natural number n. The statement is true for all natural number n. All natural number n. Clear? Okay, let's wind up today's session. Do regular practice at home. Bye.